ദൈവജനമേ വിശുദ്ധ ഗണമേ, ബലിയുടെ ഓർമ്മകളാചരിക്കാൻ എൻ ജനമേ, രാജകീയ പുരോഹിത ഗണമേ, വരിക ദൈവത്തിൻ നന്മകൾ പ്രകീർത്തിക്കാൻ. ദൈവജനമേ വിശുദ്ധ ഗണമേ, ബലിയുടെ ഓർമ്മകളാചരിക്കാൻ എൻ ജനമേ, രാജകീയ പുരോഹിത ഗണമേ, വരിക ദൈവത്തിൻ നന്മകൾ പ്രകീർത്തിക്കാൻ. സ്തുതിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രകീർത്തിക്കാൻ വരിക. സ്തുതിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രകീർത്തിക്കാൻ വരിക. വചനത്തിൻ ശക്തിയും ആത്മാഭിഷേകവും ഒന്നായി നിറയാൻ വരിക ജനമേ, ബലിയർപ്പിക്കാൻ വരിക. വചനത്തിൻ ശക്തിയും ആത്മാഭിഷേകവും ഒന്നായി നിറയാൻ വരിക ജനമേ, ബലിയർപ്പിക്കാൻ വരിക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ, വിശുദ്ധ വാരത്തിലെ ആദ്യ ദിവസത്തിലേക്ക്, തിങ്കളാഴ്ചത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉയിർപ്പും ഉൾക്കൊള്ളുന്ന പെസഹ ദിവ്യരഹസ്യങ്ങളിൽ സജീവമായി പങ്കുകൊള്ളുന്നതിന് വേണ്ടി ദീർഘമായ തപസ്സുകാലാനുഷ്ഠാനത്തിന് ശേഷം ഓശാന ഞായറോടുകൂടി ആരംഭിക്കുന്ന വിശുദ്ധ വാരത്തിൻ്റെ ഓരോ ദിവസവും ഈ ദിവ്യമഹാരഹസ്യങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ക്രൂശിതനായ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്താൻ നാം പരിശ്രമിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. യേശുനാഥൻ എന്തിനു വേണ്ടി പീഡകൾ സഹിച്ചു, ആർക്കു വേണ്ടി കുരിശുമരണം കൈവരിച്ചു, അവസാനം അവിടുന്ന് ഉത്ഥാനം ചെയ്തതിൻ്റെ മഹത്വത്തിൽ എങ്ങനെ നമുക്ക് പങ്കുചേരാൻ സാധിക്കും, ഇക്കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ഈ ദിവ്യമഹാരഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ പിന്നാലെ ചരിക്കാനുള്ള കൃപാവരത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ഭക്തിപൂർവം ഈ ബലി നമുക്കർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനാ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയാൽ ന്യൂനതയുള്ളവരായി ഭവിച്ച ഞങ്ങൾ അങ്ങേ പ്രിയപുത്രൻ്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവിടുത്തെ പുനരുത്ഥാന മഹത്വത്തിൽ ഭാഗഭാക്കുകളാകുവാൻ വരമരുളണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞണങ്ങ അവൻ മുറിക്കുകയുമില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുത്തുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളിലും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുക. ആകാശത്തെ സൃഷ്ടിച്ചു, വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാനാണ് കർത്താവ്. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്. എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാവണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലടറി വീഴും. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയുമില്ല. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്. ജീവിക്കുന്നവരുടെ ദേശത്തെ കർത്താവിൻ്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പശ്ചാത്തലം അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്. ഞങ്ങളുടെ രാജാവേ വാഴുക. ഞങ്ങളുടെ തെറ്റുകളിൽ അങ്ങിൽ മാത്രം അലിവ് തോന്നിയാലോ? കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസങ്ങൾക്ക് മുൻപ് ഈശോയും ശിഷ്യന്മാരും പുറപ്പെട്ടു. അവർ അവിടത്തേക്കൊരു അത്താഴം ഒരുക്കി. മാർത്ത അവരെ പരിചരിച്ചു. അവിടത്തോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയമാകട്ടെ വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവിടുത്തെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു. അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരുവനും അവിടുത്തെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത
ഇപ്രകാരം പറഞ്ഞു: എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ പക്കലായിരുന്നത് കൊണ്ടുമാണ്. അപ്പോൾ യേശു പറഞ്ഞു: നിങ്ങൾ അവളെ തടയേണ്ട. എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇതവൾ ചെയ്യുന്നു എന്ന് കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്, എന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങളാൽ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ, വിശുദ്ധവാരത്തിലെ തിങ്കളാഴ്ച നമ്മുടെ ധ്യാനത്തിനും നമ്മുടെ ചിന്തയ്ക്കും വേണ്ടി സഭ നൽകുന്ന സുവിശേഷ ഭാഗം നാം ഇപ്പോൾ വായിച്ചു കേട്ടു. നമ്മുടെ കർത്താവ് താൻ എന്തിനു വേണ്ടിയാണോ ഈ ലോകത്തിൽ വന്നത്, അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ പിതാവ് തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്, ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഇത് ജെറൂസലേമിലേക്ക് പോവുകയാണ്. അവിടുന്ന് അനേക തവണ തൻ്റെ പ്രവൃത്തി മണ്ഡലമായ പ്രദേശങ്ങളിൽ നിന്ന്, ഗലീലെ, യൂദയ, നസ്രത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജെറൂസലേമിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ പോകുന്നത് മടങ്ങി വരുന്നതിന് വേണ്ടിയല്ല. ഇത് തൻ്റെ അവസാന യാത്രയാണ് എന്ന് അവിടത്തേക്ക് നന്നായി അറിയാം. ജെറൂസലേമിലേക്കുള്ള യാത്ര മധ്യേ ഏതാണ്ട് പകുതി ദൂരം ആണ് ഈ ബഥാനിയ എന്ന സ്ഥലം. ബഥാനിയ നമുക്കറിയാം വളരെയേറെ പ്രശസ്തമായി. കാരണം ലാസറിനെ കർത്താവ് മരണത്തിൽ നിന്നും ജീവനിലേക്ക് അത്ഭുതം പ്രവർത്തിച്ച് കൊണ്ടുവന്നു. ആ ലാസറും കുടുംബവും താമസിച്ചിരുന്നത് ഈ ബഥാനിയയിലാണ്. ഇത്തവണ നമ്മുടെ കർത്താവ് അവരുടെ ആതിഥ്യം സ്വീകരിച്ചു. അവിടത്തേക്ക് നന്നായി അറിയാം താൻ ഇതവസാനമായിട്ടാണ് ഈ ഭവനത്തിൽ ലാസറിൻ്റെയും മാർത്തയുടെയും മേരിയുടെയും ആതിഥ്യം സ്വീകരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരോടൊപ്പം അവിടുന്ന് ഇത് അത്താഴം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടുന്ന് ജെറൂസലേമിലെത്തി അന്ത്യ അത്താഴം കഴിക്കും, 6 ദിവസങ്ങൾക്ക് ശേഷം. ഇന്നങ്ങനെ അത്താഴം കഴിക്കുന്ന അവസരത്തിൽ മറിയം അവിടുത്തെ പാദാന്തികത്തിൽ തൈലം പൂശി, സുഗന്ധ പരിമളമുള്ള തൈലം പൂശി, തൻ്റെ തലമുടി കൊണ്ട് തുടച്ച് അവിടത്തോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നു. ഇത് കണ്ട് 12 ശിഷ്യന്മാരിൽ ഒരുവൻ യൂദാസ് കറിയോത്ത എങ്ങനെ പ്രതികരിച്ചു എന്നിപ്പോൾ നാം വായിച്ചു കേട്ടു. കർത്താവ് പറഞ്ഞ മറുപടിയാണ് ഇന്ന് ഒരു നിമിഷം നാം ധ്യാനിക്കേണ്ടത്. നിങ്ങൾ അവളെ തടയേണ്ട, ഇത് എൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയുടെ തൈലം പൂശലായി കരുതിയാൽ മതി എന്ന്. അവിടുന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ലാസറിനോ മാർത്തയ്ക്കോ മറിയത്തിനോ ഒപ്പമുണ്ടായിരുന്ന മറ്റ് ശിഷ്യന്മാർക്കോ തീർച്ചയായും മനസ്സിലായിട്ടില്ല. കാരണം അവിടുന്ന് വ്യക്തമായി സൂചിപ്പിച്ചു, താൻ അധികം താമസിയാതെ മരണത്തിന് വിധേയനാകും. തൻ്റെ മൃതശരീരം യഹൂദ ആചാരമനുഷ്ഠിച്ച് തൈലം പൂശി കല്ലറയിൽ സംസ്കരിക്കപ്പെടും. അതിനു മുൻപുള്ള ഒരു സ്വാഭാവികമായ ഒരു മൃതസംസ്കാര ശുശ്രൂഷയുടെ ഭാഗമായുള്ള തൈലം പൂശലായി ഇത് കണ്ടാൽ മതി എന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്കാർക്കും മനസ്സിലായില്ല. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു തൻ്റെ ദൗത്യത്തെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരുന്നു എന്നുള്ളതാണ്.
ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടൊപ്പം തുല്യനും സമത്വത്തിൽ ഒന്നും ആയിരുന്ന അവിടുന്ന് പിതാവിൻ്റെ ഹിതമനുസരിച്ച് അവിടുന്ന് മനുഷ്യരൂപം പ്രാപിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ജാതനായി മനുഷ്യനായി പിറന്നു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? പിതാവിൻ്റെ അലംഘനീയമായ കൽപ്പനയും അവിടുത്തെ തിരുവുള്ളവും. നന്മ മാത്രമായ, സ്നേഹം മാത്രമായ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷെ അവൻ ആ നന്മയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും അകന്നുപോയി പാപത്തിൽ നിപതിച്ചു. ആദി മാതാപിതാക്കളുടെ പാപത്തോടെ മനുഷ്യരാശി മുഴുവൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി. ആ മനുഷ്യരാശി, മനുഷ്യകുലത്തെ വീണ്ടും ദൈവത്തോട് രമ്യപ്പെടുത്തുന്നതിന് ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു പോംവഴി തൻ്റെ ഏകജാതൻ തൻ്റെ ജീവൻ ബലിയായി നൽകണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവിടുന്ന് സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിൽ മനുഷ്യനായി പറന്നത്. അവിടുത്തെ ഈ ഒരു ഉദ്ദേശം, തൻ്റെ ലക്ഷ്യം എപ്പോഴും അവിടുത്തെ കൺമുമ്പിലുണ്ടായിരുന്നു. സുവിശേഷങ്ങളിൽ ഉടനീളം നമുക്കറിയാം, എത്രയോ തവണ അവിടുന്ന് ഈ ഒരു വസ്തുത ആവർത്തിച്ച് പറയുന്നു. താൻ ഈ ലോകത്തിൽ വന്നത് മരിക്കുന്നതിന് വേണ്ടിയാണ്, തൻ്റെ ജീവൻ ഒരു ബലിയായി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്, സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. എന്തിനേറെ, വളരെയേറെ വ്യക്തമായി താബോർ മലയിൽ വെച്ച് അവിടുന്ന് രൂപാന്തരപ്പെട്ട അവസരത്തിൽ അത്ഭുതത്തോടെ അതെല്ലാം അനുഭവിച്ച ശിഷ്യന്മാരോടും അവിടുന്ന് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ കണ്ടു, ശരിയാണ്. പക്ഷേ ഇതേ മനുഷ്യപുത്രൻ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ വധിക്കും എന്നൊക്കെ അവിടുന്ന് സൂചിപ്പിച്ചു. അതുപോലെ മറ്റ് അനേകം അവസരങ്ങളിലും അവിടുത്തെ തൻ്റെ ദൗത്യത്തിൽ 100% വ്യാപൃതനായിരുന്ന അവസരങ്ങളിൽ പോലും തൻ്റെ ആത്യന്തിക ലക്ഷ്യം മരണമാണ്, ക്രൂശിക്കപ്പെടേണ്ടതാണ്. അതിനുവേണ്ടിയാണ് താൻ ഈ ലോകത്തിൽ വന്നത്. അതിലൂടെ മാത്രമേ മനുഷ്യരക്ഷ സാധിക്കൂ എന്ന് അവിടത്തേക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അതവിടുന്ന് കൂടെ എല്ലാവരുമായി പങ്കുവെച്ചു. ഒരുപക്ഷെ അവസാനത്തെ വെളിപ്പെടുത്തലായിരിക്കാം ഇത്. പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിലും നാം പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു വസ്തുത, നാം എന്തിന് ഈ ലോകത്തിൽ അയക്കപ്പെട്ടു? ആത്യന്തികമായ നമ്മുടെ ജീവിത ലക്ഷ്യമെന്താണ്? ഇത് പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്നു. നാം എല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ ജീവിത വ്യഗ്രത കാരണം നമ്മുടെ അനുദിന ജീവിതത്തിലെ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പലതും നമുക്ക് നേടാനുണ്ട്, പലരുടെ എത്തിപ്പിടിക്കാനുണ്ട്. എന്നീ കാര്യങ്ങൾ വ്യഗ്രത കാരണം അടിസ്ഥാനപരമായ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നതിനോ, ഉത്തരം കണ്ടുപിടിച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനോ, അതിനനുസൃതമായി നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതിനോ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു. ദൈവം നമ്മെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചയച്ചു. അവിടുന്ന് തിരുമനസ്സാകുന്ന ഒരു കാലഘട്ടം നാം ഈ ലോകത്തിൽ ജീവിക്കും. അവിടുന്ന് തിരുമനസ്സാകുമ്പോൾ നാം അവിടുത്തെ പക്കലേക്ക് മടങ്ങിപ്പോകണം. എപ്രകാരമാണോ യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പ്രത്യേകിച്ച് താൻ എവിടെയൊക്കെ എന്തൊക്കെ പ്രവൃത്തികളിൽ വ്യാപൃതനായിരുന്നാലും ശരി, ആത്യന്തികമായ തൻ്റെ ലക്ഷ്യം അവിടുന്ന് ഒരിക്കലും വിസ്മരിച്ചില്ല. അത് കൂടെ തന്നെ ഓർമ്മപ്പെടുത്തി തൻ്റെ ശ്രോതാക്കളെയും തന്നോടൊപ്പമുണ്ടായിരുന്നവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇത്തരത്തിലുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമുക്കും ആവശ്യമാണ്. ഒരു ദിവസം നാം എല്ലാവരും ഈ ലോകം വിട്ടു പോകണം. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെയെല്ലാം ഉപേക്ഷിച്ച് നാം പോകണം. പക്ഷേ അങ്ങനെ അനാഥരായി നാം പോവുകയല്ല, സന്തോഷത്തോടെ നാം പോവുകയാണ് ഈ ലോകത്തിൽ നിന്നും. കാരണം നമ്മുടെ പിതൃഭവനത്തിലേക്ക് യാതൊരു അല്ലലും യാതൊരു വേദനയും യാതൊരു കുറവുമില്ലാതെ ദൈവസന്നദ്ധിയിൽ നിത്യം ജീവിക്കേണ്ടതിന് എത്തിപ്പെടേണ്ടവരാണ് നാം ഓരോരുത്തരും. സ്വർഗം ലക്ഷ്യമാക്കി, ദൈവത്തിൻ്റെ സന്നിധി ലക്ഷ്യമാക്കി ദൈവത്തെ പ്രാപിക്കാനുള്ള നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഒരിക്കലും നമുക്ക് വിസ്മരിക്കാതിരിക്കാം. അതിനിടെ വരുന്ന മറ്റെല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ചേർന്ന് സഹിച്ചുകൊണ്ട് അവിടത്തോടൊപ്പം
ക്രൂശിക്കപ്പെടേണ്ടി വന്നാൽ അതും സഹിച്ചുകൊണ്ട് അവിടുത്തെ പുനരുത്ഥാന മഹത്വത്തിൽ പങ്കുചേർന്നുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ നമുക്ക് പരിശ്രമിക്കാം. അതാകട്ടെ ഏറ്റവും കൂടുതലായി ഈ വിശുദ്ധ വാരത്തിൽ നാം ചെയ്യേണ്ടതും ധ്യാനിക്കേണ്ടതും. തിരുസന്നിധാനത്തിൽ അണഞ്ഞിടുമ്പോൾ ഭൂവിനെ സർവവും അർപ്പിക്കുമ്പോൾ നീ ചെയ്ത നന്മകൾക്കു പകരമായി ഞങ്ങൾ എന്തു നൽകിയാലും മതിയാവുകില്ലെന്ന് നാഥാ. എൻ സോദരരോടും സ്നേഹിതരോടും രമ്യമായി വന്നു ഞാൻ ബലിയിടാം. എൻ സോദരരോടും സ്നേഹിതരോടും രമ്യമായി വന്നു ഞാൻ ബലിയിടാം. സ്വീകരിച്ചാലും സ്വീകരിച്ചാലും പൂർണ്ണമായി സ്വീകരിച്ചാലും 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 പൂർണ്ണമായി സ്വീകരിച്ചാലും വിധവകൻ ചെറുനാണയം പോലും ശ്രേഷ്ഠമായൊന്നുമില്ലെന്നിൽ. മറിയത്തിൻ ശ്രേഷ്ഠമാം അർപ്പണം പോൽ പൂർണ്ണമായൊന്നുമില്ലെന്നിൽ. നിനക്കു നൽകാൻ നാഥാ എൻ കയ്യിൽ നിന്ന് ദാനമായി നീ തന്ന ശ്വാസം. എൻ സോദരരോടും സ്നേഹിതരോടും രമ്യമായി വന്നു ഞാൻ ബലിയിടാം. എൻ സോദരരോടും സ്നേഹിതരോടും രമ്യമായി വന്നു ഞാൻ ബലിയിടാം. സ്വീകരിച്ചാലും സ്വീകരിച്ചാലും പൂർണ്ണമായി സ്വീകരിച്ചാലും സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമാ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ കാരുണ്യപൂർവ്വം തൃക്കൺ പാർക്കുകയും ഞങ്ങളുടെ ശിക്ഷാവിധിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കുകയും അങ്ങേ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ.
ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആത്മപരിത്യാഗം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്ന് അങ്ങ് തിരുമനസ്സായല്ലോ. അങ്ങനെ അത് പാപികളായ ഞങ്ങളുടെ അഹങ്കാരം അമർത്തുന്നതിനും വിശക്കുന്നവർക്ക് ആഹാരം ലഭ്യമാക്കിക്കൊണ്ട് അങ്ങേ കാരുണ്യം അനുകരിക്കുന്നതിനിടയാകുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും സകല വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ അനന്ത വൈഭവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ഡലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടവും അങ്ങ് തന്നെ. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി മുറിച്ച് ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ
അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സുസഭാക്യമെത്രാനും ക്രിസ്തുദാസ് സഹായമെത്രാനും എല്ലാ വൈദികരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർക്കുമെന്ന പ്രത്യാശയോടെ നിലകൊള്ളുന്ന സഹോദരീ സഹോദരന്മാരെയും മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരാനും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ അനവരതം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം അരുളണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളല്ല, പ്രത്യുത അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരങ്ങളുടെ സ്വീകരണം. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പ്രിയപുത്രൻ്റെ ശരീരക്തങ്ങളാവുന്ന ദിവ്യകുദാശ സ്വീകരിച്ച് സമ്പുഷ്ടരായ ഞങ്ങൾ അങ്ങയോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രിയപുത്രൻ്റെ പീഡാസഹനവും കുരിശുമരണവും അനുസ്മരിച്ച ഞങ്ങളെ അവിടുത്തെ പുനരുത്ഥാന മഹത്വത്തിൽ ഭാഗവാക്കുകളാക്കി സ്വർഗ സൗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വിശുദ്ധ വാരത്തിലെ അനുഗ്രഹം സ്വീകരിക്കാൻ ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേ കാരുണ്യവും സംരക്ഷണവും എളിയവരായി ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയണമേ. അങ്ങനെ ശാരീരികമായ പ്രായശ്ചിത്തത്താൽ മാത്രമല്ല, അതിലുപരി മാനസികമായ പരിശുദ്ധതയോടും പെസഹ തിരുനാൾ ആഘോഷിക്കാൻ ഞങ്ങൾക്കിടവരുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.